ഒട്ടേറെ മഹനീയ സാന്നിധ്യങ്ങളുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി കൂടി അർപ്പിക്കുകയാണ്. അടുത്ത ഇതിൻ്റെ 2ാം സെഷനിലേക്ക് കടക്കുകയാണ്. സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ് അവറുകളെ വിഷയാവതരണത്തിനായി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم من همزه ولمزه. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى وقبل الرضا وبعد الرضا. اللهم صل وسلم وزد وبارك على حبيبك سيدنا ومولانا وشفيعنا محمد سيد المرسلين وصفوة الأنبياء أجمعين، سيدنا سيد العرب والعجم، سيد الكونين والثقلين، قائد الغر المحجلين يوم القيامة، صاحب اللواء، صاحب المقام المحمود. اللهم بلغه منا تحية وسلامة. اللهم ارزقنا في الدنيا زيارته مرارة وفي الآخرة شفاعته، وارزقنا بيده شربة هنيئة مريئة لا نظمأ بعدها أبدا. فصل اللهم عليه وعلى آله وأصحابه وعترته ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സത്യം, സ്വത്വം, സമർപ്പണം. ധർമ്മവും അസ്തിത്വവും സമർപ്പിതമായ ജീവിതവും ഉയർത്തിപ്പിടിക്കുന്ന SKSSFൻ്റെ 35ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. ഈ സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഫല്യകുൻ ഹദ്ദുനാ മിൻ ഹാദൽ മജ്ലിസ് അൻ യുഖാല ലനാ ഖൂമു മഗ്ഫൂറൻ ലക്കും. അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങൾ നല്ല ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടി ഇരുന്നതല്ലേ, നിങ്ങളുടെ ഈ ഇരുത്തം നന്നായി, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് നമ്മളോട് പറയപ്പെടണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദന്മാരും സാദുമാരും നേതാക്കന്മാരും, അതിലുപരി മത്തീൻ സാഹിബ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്നെത്തി നിങ്ങളോടൊപ്പം സംസാരിച്ചു. അദ്ദേഹം മലയാളം അറിയില്ല, എന്നാലും പറഞ്ഞു SKSFൻ്റെ ഒരു പരിപാടി കൊൽക്കത്തയിൽ ഒക്ടോബറിൽ വെച്ച് നടത്തും, അതിന് വരണം എന്നപ്പോൾ എന്നോട് പറയായിരുന്നു. അപ്പോൾ എനിക്ക് കൊൽക്കത്തയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് പരിചയമുണ്ട്. അവിടെ വളരെ സ്വാധീനമുള്ള ഒരു പ്രഭാഷകനാണ് അദ്ദേഹം. വലിയ ആൾക്കൂട്ടം കൂടുന്ന വളരെ ഇൻഫ്ലുവൻഷ്യൽ ഒരു ഒറേറ്ററാണ് മത്തീൻ സാഹിബ്. അദ്ദേഹം പറയാം, എനിക്ക് മലയാളം പഠിപ്പിച്ചു തരാൻ വല്ല വകുപ്പുണ്ടോ? SKSSFൻ്റെ ഒരു സമ്മേളനം കൊൽക്കത്തയിൽ വെക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് വെക്കുകയും ചെയ്യും. അതിനൊക്കെ സംഘാടന മികവുള്ള ആൾ കൂടിയാണ്. പലതവണ വിളിക്കാറുണ്ടായിരുന്നു, പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഒക്ടോബറിൽ ഉണ്ടാകും എന്നൊക്കെ. നമ്മുടെ ഈ നഗരിയുടെ ഈ ഒരു ഊർജം കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു വല്ലാത്ത ആവേശത്തിലാണ്. മാഷാ അല്ലാഹ്.
ഇത് കേരളത്തിൻ്റെ പുറത്തുള്ള നമ്മുടെ പ്രവർത്തകർക്കും ദീനിൻ്റെ ഖാദിമീങ്ങൾക്കും ലഭിക്കുന്ന വലിയൊരു ഊർജമാണ്. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലൗ യഅലമില്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. അല്ലാഹു നമ്മളിൽ ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദ്ദേശ്യമാവാം, അതിൻ്റെ ഒരു അടയാളമാവാം നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ലൗ യഅലമില്ലാഹു ഫീഹിം ഖൈറൻ, അല്ലാഹു അവരിൽ നന്മ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു ഖൈർ ഒരു വിഭാഗത്തിൽ ഉണ്ട് എന്ന് അല്ലാഹു അറിയുകയാണെങ്കിൽ ലഅസ്മഅഹും, സത്യം കേൾക്കാനും നല്ലത് കേൾക്കാനുമുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകിയിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സമാഇന് നമുക്ക് അവസരമുണ്ടാകുന്നത് അതൊരു നല്ല അടയാളമാണ്. നമുക്ക് ഈ സമയത്ത് വിശ്രമിക്കാം. ഗൾഫിൽ നിന്നൊക്കെ വന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അബുദാബിയിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നും ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നൊക്കെ വന്ന നമ്മുടെ പ്രവർത്തകരുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അങ്ങറ്റത്ത് നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം മുതൽ ഒക്കെ അവിടെ നിന്ന് എത്തിച്ചേർന്ന നമ്മുടെ പ്രവർത്തകരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു കേൾവിയാകണം. ലഅസ്മഅഹും, അല്ലാഹു തആല അവരെ കേൾപ്പിച്ചിരിക്കും അവരിൽ ഖൈറുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്നതിൻ്റെ വലിയൊരു മഹത്വമാണ്. സാലിം ഫൈസി അവറുകൾ ഇവിടെ വളരെ ഹൃദയസ്പൃക്കായ ഒത്തിരി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചു. അവസാനം നല്ലൊരു പാട്ടും പാടിയിട്ടാണ് അത് പോയോ. ഇതൊരു ഹൃദയങ്ങളുടെ മേളനമാണ്, ഹൃദയങ്ങളുടെ ഒരു ഒത്തുചേരലാണ്. ഒരേ ആശയവും ഒരേ ആദർശവും ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു കെമിസ്ട്രിയുണ്ട്. ഇത് വലിയ സന്തോഷദായകമാണ്. അല്ലാഹു ആലമുൽ അർവാഹിൽ അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ. ആ ആലമുൽ അർവാഹിൽ കണ്ടുമുട്ടിയതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരുമായെങ്കിലും ഒത്തുചേരുന്നത്, കണ്ടുമുട്ടുന്നത്. അവിടെ ഉന്തും തള്ളും കശപിശകും കൂടിയ ആളുകൾ ദുനിയാവിൽ വന്നാൽ അങ്ങനെ പിണക്കത്തിലാകും, അവർ തമ്മിൽ വൈരാഗ്യത്തിലാവും. അത് ആലമുൽ അർവാഹിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു ഒത്തുചേരലിനും ഒരു വേർപിരിയലുണ്ട്, ഏതൊരു തുടക്കത്തിനും ഒരു ഒടുക്കമുണ്ട്, ഏതാരംഭത്തിനും ഒരവസാനമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇതെല്ലാം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇനി അടുത്തൊരു തലമുറ ഒരു 100 വർഷം കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സമ്മേളന നഗരിയിലേക്ക്, അല്ലെങ്കിൽ SKSF ഇനി ഒരു 30 ആണ്ട് കൂടെ കഴിയുമ്പോൾ, ഒരു 35 ആണ്ട് കൂടെ കഴിയുമ്പോൾ, ഒരു 70-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എത്ര പേർ ഇങ്ങനെ ഒത്തുകൂടാനുണ്ടാകും? ഇതൊന്നും ആർക്കും അറിയില്ല. ലോകത്തിൻ്റെ ചിത്രം എന്തായിരിക്കും? അന്ന് നന്മയ്ക്ക് വേണ്ടി കൊടിപിടിച്ചാൽ അതിൻ്റെ കീഴിൽ നിൽക്കാൻ ആളുണ്ടാകുമോ? ഒന്നും നമുക്കറിയില്ല. ബദഅ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം തുടങ്ങിയത് അങ്ങനെയാണ്. വളരെ ചെറുസംഘമായിട്ടും ആ ചെറുസംഘത്തിൻ്റെ ആചാരങ്ങൾ വിചിത്രമാണ് എന്ന് തോന്നിയിട്ടുമാണ് ഇസ്ലാം ആരംഭിച്ചത്. വസയഊദു കമാ ബദഅ. ആ തുടങ്ങിയിടത്തേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ അവസാന കാലഘട്ടങ്ങളിലെ കുറഞ്ഞ ആളുകൾ, ഇപ്പം നമ്മൾ 7 ബില്യൺ പോപ്പുലേഷനിൽ ഒരു 8 ബില്യൺ മുസ്ലിമീങ്ങൾ, 1.8 ബില്യൺ മുസ്ലിമീങ്ങളിലെടുത്താൽ കേരളീയ മുസ്ലിമീങ്ങളിൽ കണ്ടുവരുന്ന അറിവും ജ്ഞാനവും ബോധവുമുള്ള ഒരു പ്രബുദ്ധമായൊരു സമൂഹത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ ചെറുതായിരിക്കും, അല്ലേ? ഫതൂബാ ലിൽ ഗുറബ.
അങ്ങനെ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന ആളുകൾ. അപ്പോൾ ആരാണ് നബി അവരെന്ന് ചോദിച്ചപ്പോൾ ഹുമുന്നുസാഉ അൽ ഖബായിൽ, വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിൽ നിന്ന് അവർ ഒത്തുചേരുന്നവരാണ്. ഒരു പൈസയോ ഇടപാടുകളോ കുടുംബ ബന്ധങ്ങളോ ഒന്നുമല്ല, ദീനിന് വേണ്ടി വ്യത്യസ്ത നാടുകളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് ഖുറബാ. അവർക്ക് എല്ലാവിധ നന്മയുമുണ്ട് എന്ന് ഹബീബിൻ്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും അതിന് അള്ളാഹു നമ്മളെ അർഹരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. SKSSFൻ്റെ ആദ്യകാല പ്രവർത്തകരായി ഒരുപാട് ത്യാഗം ചെയ്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്നാലും ഏതൊരു വിഷയത്തിനും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വലിയൊരു പ്രതിസന്ധി എന്ന് ഞാൻ പറയല്ല, ഒരു പ്രതിസന്ധി നേരിട്ട സമയം. അങ്ങനെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വേണം എന്നൊരാശയം രൂപപ്പെടുന്നതും, അതിനെ ചൊല്ലി നാടിൻ്റെ മുക്കുമൂലകളിൽ, മഹല്ലുകളിൽ, ഗ്രാമാന്തരങ്ങളിൽ ബസ് കയറിയിട്ടും ട്രെയിനിനും ഓട്ടോ വിളിച്ചിട്ടും നടന്നിട്ടുമൊക്കെ ചെന്ന് SKSSFൻ്റെ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്ത ഈ ഉമ്മത്തിൻ്റെ അസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് പറയുന്ന വലിയൊരു നിരയുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആ ഒരു നന്മയെ തുടർത്തിക്കൊണ്ടുവരുന്ന ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ, അവർക്കൊക്കെ അള്ളാഹു ആയുരാരോഗ്യവും ആഫിയത്തും ഇസ്സത്തും ഹിഫ്ളും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു ദീൻ്റെ ഖാദിമീങ്ങളായി പടച്ചോൻ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൈബർ സാക്ഷരത എന്നൊരു വിഷയമാണ് നൽകപ്പെട്ടത്. ഇപ്പോൾ ഞാൻ ഉദവി സാദിനോട് പറയായിരുന്നു, സാക്ഷരത ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, സഹിഷ്ണുത എന്ന് പറയല്ലേ നല്ലത്, സൈബർ സഹിഷ്ണുത എന്നാക്കി അതിനെ മാറ്റിക്കൂടെ എന്ന് ഒരഭിപ്രായം ഞാനിപ്പോൾ സൂചിപ്പിക്കുകയായിരുന്നു. അതാണ് വേണ്ടതെന്ന് തോന്നുന്നു അല്ലേ. സാക്ഷരത ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. മുമ്പൊക്കെ ഈ ASDF എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കീബോർഡ് കാണുന്നത് ടൈപ്പ് റൈറ്റർ കണ്ടപ്പോഴാണ്. അങ്ങനെ 2-3 നിലയിലെ ആ ലെറ്റേഴ്സൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിരുന്നു. അങ്ങനെ 2 കൈ ഓരോ വിരലിന് വരുന്ന കീബോർഡുകൾ എന്തൊക്കെയാണ്. അന്ന് കീബോർഡ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലല്ലോ. കീബോർഡ് കാണുന്നത് ടൈപ്പ് റൈറ്റർ സെൻറ്ററിൽ പോകുമ്പോഴാണ്. അത് മാറിപ്പോൾ ഓരോരുത്തരുടെ മൊബൈലിലും കീപാഡുകളായി. ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടോ? കുട്ടികളൊക്കെ എന്ത് ഫാസ്റ്റിലാണ് ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ മുസാലിമീങ്ങൾ ഉസ്താദ്മാരൊക്കെ അടക്കം ടൈപ്പ് ചെയ്യുന്നില്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ സാക്ഷരതയ്ക്ക് കുറവൊന്നുമില്ല. പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. സഹിഷ്ണുതയ്ക്ക് എവിടെയോ ചില ഭംഗങ്ങൾ വരുന്നുണ്ട്, മനുഷ്യന്മാരിലടത്തൊക്കെ ഉണ്ടാവും. അതിനെ നമുക്ക് എങ്ങനെ ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്ന് ആലോചിക്കലാണ് അഭികാമ്യം എന്ന് തോന്നുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ നിഅ്മത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിൻ്റെ നിഅ്മ വമിൻ ശുക്രിൻ നിഅ്മ തൗദീഫുഹാ ഫി ത്വാഅത്തില്ലാ. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ ശുക്റിൻ്റെ ഏറ്റവും വലിയ ഭാഗം ആ നിഅ്മത്ത് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നിടത്ത് ഉപയോഗിക്കുക എന്നതാണ്. ഇപ്പോൾ ദേവർകോവിൽ അഹമ്മദ് സാഹിബിവിടെ സൂചിപ്പിച്ച പോലെ അറിവ് ധാരാളമുള്ളൊരു കാലമാണിന്ന് അല്ലേ. ഇൽമ് ഒരുപാടുണ്ട്. ഇമാം മാലിക് എന്നവർ പറയുമായിരുന്നു, ലൈസൽ ഇൽമു ബികസറത്തി റിവായ വലാകിന്നഹു നൂറുൻ യജ്അലുഹു അല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്. അറിവ് എന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കാനോ ആയത്തുദ്ധരിക്കുവാനോ കഴിയുന്ന ഒരു സിദ്ധിയല്ല. അങ്ങനെ ഒരുപാട് ആളുകൾ, നല്ല മെമ്മറിയുള്ള ആളുകൾ, എത്രയോ അറിവുള്ളവരായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അറിവ് എന്ന് പറയുന്നത് അത് സൈബറിനെ കുറിച്ചുള്ള അറിവാവട്ടെ, മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ളതാവട്ടെ, ഏത് വിഷയങ്ങളിലാവട്ടെ, ഇസ്ലാമിൽ അറിവെന്ന് പറയുന്നത് ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു വെളിച്ചമാണ്. അതൊരു നൂറാണ്. ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞ പോലെ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ഈ പ്രകാശം നമുക്ക് ലഭിക്കണം എന്ന് നമുക്കൊരാഗ്രഹം വേണം. ആ പ്രകാശത്തിലേക്ക് ഞാൻ എത്തണം. അത് ലഭിക്കാതെ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ എന്തൊരു വലിയ നഷ്ടമായിരിക്കും. ദീൻ എന്നതൊരു പ്രകാശമാണ്. ആ പ്രകാശത്തിലേക്ക് എത്താൻ കഴിയാതെ നമ്മൾ മരിച്ചുപോയാൽ, ഇൽമ് അറിവ് എന്ന് പറയുന്നത് എഴുതപ്പെടുന്നതോ വായിക്കപ്പെടുന്നതോ പറയപ്പെടുന്നതോ അല്ലെന്നും അത് ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു പ്രകാശമാണ്. അള്ളാഹു നമുക്ക് ആ പ്രകാശം നൽകി അനുഗ്രഹിക്കട്ടെ.
അത് സാധാരണക്കാർക്കുണ്ടാകും. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, നഗരത്തിൻ്റെ അന്താക്കിയ എന്ന് പറയുന്ന ആൻറ്റിയോക്ക്, ഇന്നത്തെ തുർക്കിയിലുള്ള പ്രദേശം, ആ നഗരത്തിൻ്റെ അങ്ങറ്റത്ത് നിന്ന് ഒരു കർഷകനായ മനുഷ്യൻ ഓടി വന്നു. അഖ്സൽ മദീന എന്ന് പറഞ്ഞപ്പോഴേക്കും മദീന നഗരമാണ്, അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങളും മദ്രസയും കോളേജൊക്കെ ഉണ്ടാവും. പക്ഷേ അഖ്സൽ മദീനയിൽ അതുണ്ടാവില്ല. അപ്പോൾ അറിവിൽ നിന്നും ഇൽമിൽ നിന്നും, നമ്മൾ സാധാരണ പറയുന്ന അറിവ് ജ്ഞാനം കിട്ടേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അള്ളാഹുവിൻ്റെ നബിയായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ 3 റസൂലുമാരെ സംരക്ഷിക്കാൻ വേണ്ടി ആ നഗരത്തിൻ്റെ അറ്റത്തുനിന്ന് ഓടി വന്നു. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റ. ആ മനുഷ്യൻ കൊല്ലപ്പെടുകയാണ്, ഷഹീദാവുകയാണ്. ഖീല ദുഖുലിൽ ജന്ന, അവരോട് പറയപ്പെട്ടു നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ. ഖാൽ, ഖുർആൻ്റെ പ്രത്യേകത അതാണ്. അദ്ദേഹം സമുദായത്തോട് സംസാരിക്കുന്ന ആ ഒരു ഹിവാർ, കോൺവെർസേഷൻ അല്ലാഹു തആല പറഞ്ഞിട്ട് പിന്നെ പറയണത് സ്വർഗത്തിലേക്ക് കടക്കൂ എന്നവരോട് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് അടിപിടി ഉണ്ടായി. അടിപിടിയല്ല, അദ്ദേഹത്തെ അവരടിച്ചു, പ്രഹരിച്ചു, ആ മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞു. മരിക്കുന്ന നേരം അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അയാളോട് പറഞ്ഞു. ഖാൽ, മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം തൻ്റെ ആത്മാവ് കൊണ്ട് അദ്ദേഹം കൊതിച്ചു, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമുദായത്തിന് ശരിയായ അറിവുണ്ടായിരുന്നുവെങ്കിൽ. ഭൗതിക അറിവുകളില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഇമാം മാലിക് എന്നവർ പറയുന്ന അറിവും സാക്ഷരതയും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. അതിന് കുറേ എഴുതിപ്പടിക്കലും കുറേ ഡിഗ്രിയും കോഴ്സും ടൈറ്റിലൊന്നും വേണ്ട കാര്യമില്ല എന്ന് സൂറത്തു യാസീൻ പറയാതെ നമ്മളോട് അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുക. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്കല്ലാഹു മാപ്പാക്കി തന്നതും എനിക്കല്ലാഹു എന്നെ ആദരിച്ചതും എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മഹാനവറുകൾ കൊതിച്ചുപോയി. അതുകൊണ്ടാണ് ദഅ ഖൗമഹു ഹയ്യൻ വമയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും സ്വന്തം സമൂഹത്തെ അള്ളാഹുലേക്ക് ക്ഷണിച്ച ഒരു ദഅവത്തിൻ്റെ അത്ഭുതകരമായൊരു ഒരനുഭവം തീർത്ത മഹാനാണ് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നത്. എല്ലാവരും മരിക്കണവരെ ദഅവത്ത് ചെയ്യുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, ആ ഖാല ബഅദ മൗതിഹി, മരിച്ചതിന് ശേഷം പറഞ്ഞു എന്നാണ്. ഇത്രമേൽ അള്ളാഹു ആദരിക്കാൻ കാരണമായത് സാധാരണഗതിയിൽ അറിവ് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. വജാഅ മിൻ അഖ്സൽ മദീന റജുലുൻ, നക്കിറയായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇബ്നു കസീർ തങ്ങൾ പോലെ മുഅർരിഖീങ്ങളും മുഫസ്സിരീങ്ങളൊക്കെ അവിടെ പേര് പറഞ്ഞുതരും. പക്ഷെ ഖുർആൻ പറയുന്നത് റജുലുൻ, കാരണം അവിടെ വിഷയം ആണ് അറിയേണ്ടത്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ആ കാര്യം മനസ്സിലാക്കലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കേണ്ട കാര്യം അതാണ്. അള്ളാഹുവേ, മനുഷ്യനെ നീ ആദരിച്ചത് ഇൽമു കൊണ്ടാണ്, ആദം നബി അലൈഹിസ്സലാമിനെ. നമ്മുടെ ഹബീബിനോടും ആ അറിവിനെ തുടരാൻ വേണ്ടി ഇഖ്റ, വായിക്കണം എന്ന് പറയുന്നത് മുമ്പ് എഴുതി വെച്ചതേ വായിക്കാൻ കഴിയൂ. അപ്പോൾ മുമ്പ് നടന്ന ഒരു ജ്ഞാനത്തിൻ്റെ നൈരന്തര്യമാണ് പുണ്യ നബിയോട് അല്ലാഹു പറയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നമ്മുടെ വായനക്കുള്ളിൽ ബിസ്മി റബ്ബിക്, അല്ലാഹുവേ നിന്നിലേക്ക് അടുക്കാൻ എൻ്റെ വായനയും എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ക്രീനും എൻ്റെ ഫേസ്ബുക്കും എൻ്റെ അക്കൗണ്ടുകളും ഞാൻ നോക്കുന്ന വെബ്സൈറ്റുകളും ഞാൻ നോക്കുന്ന യൂട്യൂബ് വീഡിയോകളും ഞാൻ നോക്കുന്ന പരതുന്ന എൻ്റെ ഗൂഗിൾ സെർച്ചുകളുമൊക്കെ അല്ലാഹുവേ നിന്നിലേക്ക് അടുക്കാൻ എന്നെ സഹായിക്കണം. ഈ നിയ്യത്തിൽ വായിക്കുമ്പോഴാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനൊരു വായന തുടങ്ങിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒരു ഇൻഫർമേഷൻ വരുന്നു, ഫതബയ്യനു എന്ന് സൂചിപ്പിച്ചു. അല്ലാഹുവേ, ഈ അറിയുന്നത് എന്നെ നിന്നിലേക്ക് അടുക്കാൻ സഹായിക്കുമോ ഇല്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിൻ്റെ ചില രേഖകൾ പുണ്യനബിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നബിയെ ഇതിൽ ഹിക്മത്തുണ്ട് നബിയെ, ഹിക്മത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമാവുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്.
വീണ്ടും ഉമർ തങ്ങളെ ശ്രദ്ധിച്ചില്ല. എന്തോ കൗതുകം, അഹ്ലി കിതാബിന് ലഭിച്ച അറിവുകളിൽ ചില അറിവുകളൊക്കെ അതിലുണ്ടല്ലോ, അല്ലെങ്കിൽ മുഹറഫാണെങ്കിലും അതിൻ്റെ ചില ശകലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ നബിയെ ഇത് ഹിക്മത്തുണ്ട് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് 2-3 പേജ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരുടെ കൈ പിടിച്ചുകൊണ്ട് യാ ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകനെ, പുണ്യ നബിയുടെ മുഖത്തെ ചമപ്പ് നിറം നിങ്ങൾ കണ്ടോ? അപ്പോഴാണ് ഉമർ എന്നവർ ശ്രദ്ധിക്കുന്നത്, നബിയെ മാപ്പാക്കി തരണം, നബിയെ മാപ്പാക്കി തരണം. അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഒരു ജ്ഞാനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അത് നുബുവത്തിലുണ്ട്, എൻ്റെ റിസാലത്തിലുണ്ട്, എൻ്റെ ഖുർആനിലുണ്ട്. അള്ളാഹിൻ്റെ അടുത്ത് കിടക്കല്ലേ വേണ്ടത്, സ്വർഗത്ത് പോകല്ലേ വേണ്ടത്. അങ്ങനെ ഒരു അറിവിൻ്റെ ഒരു സോഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരിക്കെ, വലൗ അന്ന മൂസാ നബി അലൈഹിസ്സലാം എങ്ങാനും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക, ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെയും മൂസ നബിയുടെ ആ അറിവിനെ മാറ്റിവെച്ച് എൻ്റെ ഇൽമായിരിക്കും, എൻ്റെ ഖുർആനും എൻ്റെ സുന്നത്തുമായിരിക്കും മൂസ നബി അലൈഹിസ്സലാം ഇത്തിബാ ചെയ്യുക. എന്നിട്ട് ഉമറെ നിങ്ങൾക്കത് വേണോ എന്ന് ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായിക്കുന്നത് എത്ര ഗൗരവത്തിലാണ് വായിക്കേണ്ടത് എന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മൾ നബി തങ്ങൾ മനസ്സിലാക്കി തരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ചപ്പ് ചവറുകൾ എന്ന് പറയട്ടെ, മനുഷ്യന് തോന്നുന്ന ഇഅ്ജാബും ബിൻ നഫ്സും ഇഅ്ജാബും ബിർറഇയും, ഞാൻ പറയുന്നതാണ് ന്യായം, എൻ്റേതാണ് ന്യായം, എൻ്റേതാണ് അഭിപ്രായം, എൻ്റേതാണ് യുക്തം എന്ന ഒരു ഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന എഴുത്തുകളുടെ അകമ്പൊരുൾ മാലിന്യമല്ലാതെ മറ്റെന്താണ്? അത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ബിസ്മി പറയാൻ പറ്റുമോ? ഇഖ്റ ബിസ്മി റബ്ബിക്, നിൻ്റെ രക്ഷിതാവായ അള്ളാഹുലേക്ക് അടുക്കാനുള്ള വല്ലതെന്ന് കിട്ടുമോ? നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം ഏതൊരു വിഷയത്തെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചത് ആ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടല്ല. ഒരൊറ്റ ഉദാഹരണം സിനയുടെ ഹദ്ദിനെ സംബന്ധിച്ചത് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും. വ്യഭിചാരത്തിന് ഖദ്ഫുൽ മുഹ്സൻ അല്ലെങ്കിൽ ഹദ്ദുൽ മുഹ്സൻ, കല്യാണം കഴിച്ച വിവാഹം ചെയ്ത ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഖാദിൻ്റെ മുമ്പിൽ അവരെന്ത് ചെയ്യണം? ഖാദിയുടെ മുമ്പിൽ അവർ സ്വയം വന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ 4 സാക്ഷികൾ മുഖാന്തിരം അത് തെളിയിക്കപ്പെടണം. ഈ രണ്ടവസ്ഥയല്ലാതെ ഒരാൾക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരവസ്ഥ ലോകത്തില്ല. ഇസ്ലാമിക സാഹചര്യത്തിൽ വ്യഭിചാരത്തിന് ശിക്ഷ ദുന്യാവ് കിട്ടണമെങ്കിൽ ആൾ സ്വയം ഇഖ്റാറും ബിൻ നഫ്സ്, സ്വയം അത് കൺഫസ് ചെയ്യണം, അല്ലെങ്കിൽ 4 സാക്ഷികൾ മുഖാന്തിരം തെളിയിക്കപ്പെടണം. ഈ 4 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വീഡിയോ ടേപ്പ് എടുത്തു, ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നത് ഒരു വീഡിയോ റെക്കോർഡ് കിട്ടി, അത് ഒരു സാക്ഷിക്ക് പകരമേ ആവുള്ളൂ എന്നാണ് ശറഅ് പറയാം. അത് ഒരു സാക്ഷിയാണ്. അതെങ്ങനെ ഒരു സാക്ഷിയാവുക? എത്ര ആൾക്ക് കാണാൻ പറ്റും? ആ വിഷയം അവിടെ നടന്നു എന്നതിൻ്റെ ഒരു തെളിവല്ലേ അത്? ആ വീഡിയോയിലൊരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടില്ല, ആ വീഡിയോ എഡിറ്റ് ചെയ്തതല്ല, അത് ജെനുവിനാണ്. ഇത് കണ്ടെത്താനൊക്കെ സംവിധാനങ്ങളുണ്ടല്ലോ. എന്നാൽ പിന്നെ ആ ഒരൊറ്റ വീഡിയോ 4-40 സാക്ഷികൾക്ക് പകരമായി സങ്കല്പിച്ച് കരുതിയിട്ട് ഇയാൾക്ക് ശിക്ഷ കൊടുത്തൂടെ? പറ്റൂല. അത് ഒന്നേ ആയിട്ടുള്ളൂ. പിന്നെ ഇവർ 2 പേരും ഒരുമിച്ച് കിടക്കുന്നത് കണ്ടു എന്ന് 4 ആൾ പറഞ്ഞാൽ 4 ആളുടെ പുറത്തും 80 വീതം അടി വീഴും. ഒരുമിച്ച് കിടക്കുന്നത് കണ്ടു, ഒരു റൂമിലേക്ക് കിടക്കുന്നത് കണ്ടു, ഇതാണ് പറയുന്നതെങ്കിൽ പറയുന്നത് അത് എഴുതുന്നത് ആയിരക്കണക്കിന് ആളുകളാണെങ്കിലും ശരീഅത്തിൻ്റെ വീക്ഷണത്തിൽ അവർ മുഴുവൻ ഖദ്ഫിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകും. ഇസ്ലാമിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് അറിയാത്ത കാര്യമല്ല. പക്ഷെ എന്നെയും നമ്മൾ ഓരോരുത്തരും അവനവനെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. അപ്പോൾ എന്ത് കണ്ടു എന്നായി പറയേണ്ടത്? അൽ ഈലാജ്. ഈലാജ് എന്ന് പറഞ്ഞാൽ പെനിട്രേഷൻ. പുരുഷൻ്റെ അവയവം സ്ത്രീയുടെ അവയവത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു. 4 കള്ളുടിയന്മാർ കണ്ടാൽ മതിയോ? 4 വ്യഭിചാരികൾ കണ്ടാൽ മതിയോ? അല്ല. അദിലായ ഉദൂലായ സത്യസന്ധന്മാരായ അള്ളാനെ പേടിക്കുന്ന 4 മനുഷ്യന്മാർ കണ്ണുകൊണ്ട് ആ സംഗതി കാണണം എന്നല്ല. ഒപ്പം കിടന്നാലോ ഒരു കെട്ടിപ്പിടിച്ച് കിടന്നെന്ന് പറഞ്ഞാലൊന്നും വ്യഭിചാരത്തിൻ്റെ തെളിവാവൂല. പറഞ്ഞതിന് ശിക്ഷ കിട്ടും 80 അടി. ഫജ്ലിദൂഹും 80 ജൽദ. അപ്പോൾ ചോദ്യം വരും, ഇതിപ്പോൾ എങ്ങനെയാണ് തെളിയാൻ?
എങ്ങനെ തെളിയൂല. അത്രയും ഉളുപ്പില്ലാതെ 4 സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു തിന്മ ചെയ്തതിന് മാത്രമേ കോടതിക്ക് 4 സാക്ഷി മുഖാന്തരം ഇയാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. സ്വയം സമ്മതിച്ചാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. ഇസ്ലാമിൽ ഞാൻ ചോദിക്കട്ടെ, ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നവരല്ലേ, ഏതെങ്കിലും ഒരു സംഭവം വ്യഭിചാരം 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട് ശിക്ഷ കൊടുക്കപ്പെട്ടത് എൻ്റെ അറിവിലില്ല. ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും ഒരു സംഭവം 4 സാക്ഷികൾ മുഖാന്തരം തെളിയിക്കപ്പെട്ട് ഹദ് നൽകപ്പെട്ട ഒരു സംഭവം ഉണ്ടോ എന്ന് പറഞ്ഞേരി. ഒന്ന് കൈപൊക്കിയാട്ടെ. ഒരു 5 സെക്കൻഡിനുള്ളിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ലേ, ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് ശരീഅത്ത് പറയാൻ അനുവദിച്ചില്ല? ഇത് മാലിന്യമാണ്. ആ മാലിന്യത്തെക്കുറിച്ചുള്ള ചർച്ച ഉമ്മത്തിൽ നടക്കരുത്. അല്ലെങ്കിൽ ആൾക്കാർ പറയാൻ തുടങ്ങൂലേ, അവരങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു, അതൊരു അലിഗേഷനാണ്, ആരോപണമാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്തു, അവർ ഹോട്ടലിൽ താമസിച്ചു, അല്ലെങ്കിൽ അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു. ഇതുപോലും വ്യഭിചാര ആരോപണത്തിന് സഹായകമാണ് ഖദ്ഫിൻ്റെ ശിക്ഷ ലഭിക്കും അവർക്ക്. അത് വെച്ചുകൊണ്ടാണ് വ്യഭിചരിച്ചു എന്ന് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ശറഅ് ഇത് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? ഇവിടെ ഒരു മോറൽ ഡിസിപ്ലിൻ ആവശ്യമുണ്ട് ഈ ഉമ്മത്തിൽ. ലോകത്ത് ആവശ്യമാണ്. ഇത് ഇസ്ലാമിനെ പറയാൻ കഴിയുള്ളൂ, വേറെ സംഘടനകൾക്കൊന്നും പറയാൻ പറ്റൂല. മോറൽ ഡിസിപ്ലിൻ, ഒരു മനുഷ്യൻ്റെ ഓണർ, ഒരു മനുഷ്യൻ്റെ ബഹുമാനം, ഒരു മനുഷ്യൻ്റെ ഇമേജ്, ഒരാളുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന് ഒരു ക്ഷതം വരുത്തുന്ന ഒരാരോപണം നിങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ മുമ്പ് 1000 വട്ടം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഇതിൽ പ്രതിയായി മാറുമോ ഇല്ലയോ എന്ന്. നിങ്ങൾ അയാളെ പ്രതിയാക്കാനായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷേ നിങ്ങളറിയാതെ നിങ്ങൾ പ്രതിയായി മാറുന്നുണ്ട്. ആ മനുഷ്യൻ പ്രതിയാകണമെങ്കിൽ സത്യസന്ധരായ 4 മനുഷ്യന്മാർ പച്ചയിൽ ഇവ 2 പേരും വ്യഭിചരിക്കുന്നത് കണ്ടിരിക്കണം. അത് കാണാൻ സാധ്യതയില്ല. ഇമാം ഖസാലി തങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു, എന്തുകൊണ്ട് മോശമായ വാർത്തകൾ ഈ ഉമ്മത്തിൽ പ്രചരിക്കാൻ പാടില്ല. അതിന് തന്നെ പടച്ചോൻ ഈ നിയമം കൊണ്ടുവന്നത്. അല്ല, അപ്പോൾ 2 റൂം പോയി വാതിലടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ 2 ബദർ മൗലൂദ് കഴിച്ചു എന്നല്ലല്ലോ എൻ്റെ ഉദ്ദേശം. മനുഷ്യനെ ഊഹിക്കാവുന്നതാണ്. മാ ഖല റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ, അതറിയുന്ന വിഷയം. പക്ഷേ പറയരുത്. എന്തേ? പറഞ്ഞതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു തിന്മയെ നമ്മളങ്ങ് വിസ്തരിച്ച് കീറിമുറിച്ച് പുറത്തേക്കെടുത്തു കഴിഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലാണ് തഖ്വ. എന്നാൽ ആ തിന്മയെ, അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ ക്ലൈമാക്സും പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഖൽബിലേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും? ഇപ്പോൾ വാഴ് പറയുകയാണെങ്കിൽ തന്നെ വ്യഭിചാര ഹറാമാണോ എന്ന് പറഞ്ഞ് മുഴുവൻ ഒരു 2 മണിക്കൂർ വാഴ് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? കേൾക്കുന്ന മനുഷ്യന്മാരെങ്കിലും ഇതിനെപ്പറ്റി വെറുതെ ചിന്തിച്ചു പോകില്ലേ? എന്നാൽ പിന്നെ ഇത്ര ഉഷാറുള്ള പരിപാടിയാണെങ്കിൽ ആലോചിച്ച് നോക്കട്ടെ. അത് പറയാൻ പാടില്ല. അതൊക്കെ ഒരു റെയിലായിട്ട് വാലായിട്ട് പറയാനേ പാടുള്ളൂ എന്നാ. തിന്മകളുടെ മുഴുവൻ വിഷയം അങ്ങനെ. എന്തുകൊണ്ട്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു. സൂറത്തുൻ നൂർ 19-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറഹ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികൾക്കിടയിൽ മോശപ്പെട്ടത് പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരോ അവർ. പ്രചരിപ്പിക്കുന്നവരെ പറ്റി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പ്രചരിപ്പിക്കുന്നവരുടെ ശിക്ഷ വേറെ. അങ്ങനെ നടക്കട്ടെ, അതെല്ലാവരും കാണട്ടെ, അറിയട്ടെ എന്ന് ഹൃദയത്തിനുള്ളിൽ ചിന്തിക്കുന്നവർ. നമ്മൾക്ക് പെട്ടുപോയിട്ടുണ്ടോ? നമുക്കറിയാൻ പറ്റുമോ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശ, മോശപ്പെട്ടത് പ്രചരിക്കണമെന്ന് ഹൃദയത്തിനുള്ളിൽ ആശയുള്ളവർ. അവരാവില്ല പ്രചരിപ്പിക്കുന്നത്, അവരാവില്ല അത് ടൈപ്പ് ചെയ്ത് വിടുന്നത്, അവരല്ല ഈ ലൈവ് ചെയ്യുന്നത്, അവരല്ല ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അത് നടക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവർ, അവരെക്കുറിച്ച് മാത്രം ഇപ്പോൾ പറയണത്. എന്താ വിഷയം? ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു അവർക്ക് കടുത്ത ശിക്ഷ നൽകും, വേദനാജനകമായ ശിക്ഷ. കാരണം ഇത് മുഅ്മിനീങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്.
ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അർശ് പോലും വിറക്കാൻ കാരണമാണ്. മുഅ്മിനീങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന്. ഇതൊക്കെ നമ്മുടെ കൾച്ചറാണ്. ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറഹ്. അല്ലാഹു പറയും, അവസാനം നോക്കി, ആയത്തിൻ്റെ അവസാനം എന്തൊരു ഭംഗിയാണ്. വല്ലാഹു യഅലം, അള്ളാഹുവിനറിയാം ആരൊക്കെയാണ് ഫേക്ക് ഐ ഡി വെച്ചിട്ടും അല്ലാതെയും ഇപ്പണി ചെയ്യുന്നത് എന്ന് അള്ളാഹ്ക്കറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയൂലായിരിക്കാം ചിലപ്പോൾ. അള്ളാഹുവിനറിയാം ആരാണ് ഈ പണി ചെയ്യുന്നത് എന്ന്. വല്ലാഹു യഅലം, മുഅ്മിനീങ്ങളുടെ മനസ്സുകൾക്കിടയിലേക്ക് ശൈഥില്യവും മോശപ്പെട്ട ചിന്തകളും വിഘടനവും വെറുപ്പും വിദ്വേഷവും, ഇതൊക്കെയല്ലേ ഫാഹിഷത്ത് എന്ന് പറയുന്നത്. വ്യഭിചാരവും തോന്നിവാസങ്ങളും അവിടെ ഇരിക്കട്ടെ. മാ കാന ഫാഹിഷൻ വലാ മുതഫഹിഷ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുകളിൽ അസഭ്യം പറയാറില്ലായിരുന്നു. അത് ഹബീബിൻ്റെ ചര്യയല്ല, നമുക്കും പാടുള്ളതല്ല അത്. അലൈകി ബിർരിഫ്ഖി യാ ആയിഷ, ആയിഷ ബീവി നിങ്ങൾ മാന്യമായി സംസാരിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പുണ്യനബി പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? ജൂതന്മാർക്ക് ആയിഷ ബീവി മറുപടി കൊടുത്തപ്പോൾ, ജൂതന്മാർക്ക് മറുപടി കൊടുത്തപ്പോൾ ഹബീബിൻ്റെ മറുപടിയാണ് ആയിഷ ബീവിയോട്. സംഭവം അറിയാലോ, അസ്സലാമു അലൈക്കും. നബിയോട് ജൂതന്മാർക്കൊരു പ്രത്യേക സലാമുണ്ട്, അസ്സലാമു അലൈക്കും, അസ്സാം അൽ മൗത്ത്. അസ്സലാമു അലൈക്കും നമ്മൾ വിചാരിക്കുമല്ലോ അസ്സലാമു അലൈക്കും പറയണത്. ദേഷ്യമുള്ളവരോടൊക്കെ പറയാൻ പറ്റും തോന്നിപ്പോ, പറയണ്ടേ, പറയരുതേ. അല്ലാഹ് അസ്സലാമു അലൈക്കും എന്നാ തോന്നിപ്പോവുക. അപ്പോൾ തങ്ങൾ വഅലൈക്കും എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബിതങ്ങളും നടന്നു പോകുന്നു. ഒരു സംഘം ജൂതന്മാർ ഇങ്ങനെ സൈഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട് മദീനയിൽ. അപ്പോൾ അവർ അസ്സലാമു അലൈക്കും, നബിതങ്ങൾ വഅലൈക്കും. അതിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിചാരിച്ചത് അവർ പറഞ്ഞത് അസ്സാമു എന്നത് അസ്സലാമു എന്നായിരിക്കും നബി കേട്ടിട്ടുണ്ടാവുക, നബിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ആയിഷ ബീവി വഅലൈക്കുമുസ്സലാമു വല്ലഅന വഗദിബല്ലാഹു അലൈക്കും അലൈകി ബിർരിഫ്ഖി യാ ആയിഷ. എന്തായി പറയണത്? നിങ്ങൾക്ക് നാശവും മരണവും നഷ്ടവും അള്ളാഹിൻ്റെ കോപവും ദേഷ്യവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആയിഷ ബീവി പറയുമ്പോൾ അലൈകി ബിർരിഫ്ഖ്. ആയിഷ ബീവി നിങ്ങൾ എന്തായി പറയണത്? മാന്യമായിട്ട് മറുപടി കൊടുക്കീൻ. അലൈകി ബിർരിഫ്ഖ്, സോഫ്റ്റായിട്ട് മറുപടി പറയീൻ. അപ്പോൾ ആയിഷ ബീവി എന്താ പറഞ്ഞത്? അമാ സമിഅത മാ ഖാലൂ യാ റസൂലല്ലാഹ്, നബിയെ അവരെന്താണ് അങ്ങയോട് പറഞ്ഞത് എന്നങ്ങ് കേട്ടോ? നബിൻ്റെ മറുപടി അമാ സമിഅതി മാ ഖുൽതു ലക്കി, ഞാൻ അങ്ങയോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ആയിഷ? പിന്നെ മിണ്ടിയിട്ടില്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതിനർത്ഥം എന്താ? ഈ ഉരുളക്കുപ്പേര് മറുപടി കൊടുക്കുക എന്ന് അതൊരു സംഭവമല്ല, അതൊന്നും മുഅ്മിനീങ്ങളുടെ ശൈലിയുമല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര യുദ്ധമല്ലേ ചെയ്യണം, ജിഹാദല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യണം, തെറ്റുകളെ തിരുത്തി കൊടുക്കണം മാന്യമായിട്ട്. അതിനിടയ്ക്ക് കുത്തലുണ്ടല്ലോ, അത് കൊടുക്കരുത്. അത് ചിലർക്ക് ഭയങ്കര രസം. എഴുത്ത് ഇങ്ങനെ ശീലിച്ചാലേ അത് പ്രസംഗം അങ്ങനെ തന്നെയാണ്. വല്ലാണ്ട് അങ്ങ് ഉഷാറായിട്ട് പ്രസംഗിക്കുക എന്നൊക്കെ തോന്നിയാൽ പിന്നെ അനാവശ്യമൊക്കെ തൊള്ളി കൂടെ വരും, അറിയാതെ വരുന്നു പോവും. ശ്രദ്ധിക്കണം അത്. കാരണം ഇതൊരു ആലത്താണ്, ഇതൊരു ടൂളാണ്, അത് പല നിലക്കും ഉപയോഗിക്കാൻ പറ്റും. അലൈകി ബിർരിഫ്ഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അള്ളാഹുവിൻ്റെ റസൂല് നശിച്ചു പോവണേ എന്ന് നബി തങ്ങളോട് ഇങ്ങോട്ട് അഭിസംബോധന ചെയ്ത ജൂതന്മാർക്ക്, അത് മുസ്ലിമുകൾക്ക് പോലല്ല, ജൂതന്മാർക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതേ നാണയത്തിൽ മറുപടി. ആയിഷ ബീവി തോന്നിയാസൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞത്? വഅലൈക്കുമുസ്സലാമു വല്ലഅന വഗദിബല്ലാഹു അലൈക്കും. അല്ലാഹ് നിങ്ങളെ ദേഷ്യപ്പെടട്ടെ, നിങ്ങൾ മഗ്ദൂബീങ്ങളാണ്, നിങ്ങൾക്ക് നാശവും നിങ്ങളീ പറഞ്ഞ സാമും ലഅനത്തും ഒക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ, എൻ്റെ റസൂലിനല്ല, എൻ്റെ നബിയെ പറ്റി ഇത് പറയരുത് എന്ന് റസൂലുള്ളാഹി നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻസ് ചെയ്ത മഹദിയാണ് ആയിഷ ബീവി റളി. പക്ഷേ നബി നിങ്ങൾ പറഞ്ഞു അലൈകി ബിർരിഫ്ഖ്, മറുപടി പറഞ്ഞോളൂ ആയിഷ ബീവി, പക്ഷേ ഇത് ഇച്ചിരി കടുപ്പായി പോയി, കുറച്ച് സോഫ്റ്റായിട്ട് പറയണം. ഇനിയിപ്പോൾ നിർത്തല്ല നല്ലത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു
أشهد أن لا إله إلا الله 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 أشهد أن محمد رسول 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 الله حي على الصلاة لا حول ولا قوة إلا بالله حي على الصلاة لا حول ولا قوة إلا بالله حي على الفلاح حي على الفلاح لا حول ولا قوة الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله حتى رزقنا شفاعة القيامة بك لا تخلف الميعاد ഒരു ചെറിയ കാര്യം ഓർമ്മ വന്നതുകൊണ്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഇമാമിങ്ങളായിട്ടും ഖത്തീബുമാരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഉസ്താദുമാരിവിടെ ഉണ്ടാവും. നമ്മൾ ഈ ഹെഡ്ഫോൺ വെച്ചിട്ടായിരിക്കും നമ്മൾ നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുക. അപ്പോൾ ഇവരെ അറിയാതെ എന്ത് ചെയ്യും, അത്തയ്യാത്ത ഇങ്ങനെ ഉറക്കോതും മൈക്കിലുള്ള. അപ്പോൾ ഈ ബാക്കിലുള്ള ആൾക്കാർക്കൊന്നും പിന്നെ മര്യാദക്ക് ഓതാൻ കഴിയില്ല. ഉസ്താദ് ഇപ്പോൾ റാഹത്തിൽ ഓതിയിരിക്കും, പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പോഴേ ബാക്കിലെ മൗമൂമിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒന്നാ മൈക്കൊന്ന് താത്തിയിട്ട് അവനെ ഓതുന്നത് മെല്ലെ ഓതിയാൽ ബാക്കിയുള്ളവർക്ക് തശ്വീഷാവില്ല എന്ന് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് പറയണേ, ഒന്നും വിചാരിക്കരുത്. ബാങ്കിന് ഇജാബത്ത് ചെയ്താൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, റബ്ബി തങ്ങളുടെ ഷഫാഅത്ത് ഉണ്ടാകുമെന്നാണ്. അള്ളാഹു നമുക്ക് ഹബീബിൻ്റെ ഷഫാഅത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു വെച്ചത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് വേണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ദീനിൻ്റെ ഒരു വലിയൊരു വിഷയമാണ്. ഇതിന് കാരണമാകുന്നത് ഷുറൂർ അംഫുസിന എന്ന് നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ ദുആ ചെയ്തു, പഠിച്ചവനെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ചില ചീത്ത ചിന്തകളുണ്ട്, അതിൽ നിന്ന് കാക്കണേ പഠിച്ചോ. ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാൻ വലിയ സംഭവമാണ് എന്ന് തോന്നിയാൽ അവർക്ക് തോന്നിയത് പറയാനോ എഴുതാനൊക്കെ തോന്നും. ആ തോന്നൽ വരാതിരിക്കാൻ അത് ഓർക്കേണ്ടത്. ളിമാദുൽ അസ്ദി എന്ന് പറയുന്ന ഒരു വലിയ ഡോക്ടർ നബിതങ്ങളെ കാണാൻ വന്നിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതുന്നതിന് മുമ്പ്, പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യത്തിൽ പറഞ്ഞിരുന്ന 4 വരിയാണ്.
അപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഖുറൈശികൾ പറഞ്ഞയച്ചത്, ഞങ്ങളുടെ നാട്ടിലെ ഈ നബിക്ക് ഒരു മെൻ്റൽ അസുഖമാണെങ്കിൽ നിങ്ങൾക്ക് ചികിത്സിക്കാമല്ലോ, ഇനി വേറെന്തെങ്കിലും ഒറ്റമൂലി വല്ലതുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ പ്രവണതകൾക്ക് തടസ്സമിടാൻ, എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കിൻ എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ മുമ്പിലേക്ക് ളിമാദുൽ അസ്ദി എന്ന് പറയുന്ന ഷാമുകാരനായ വലിയൊരു VIP ഡോക്ടറെ മദീനത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തൊക്കെ ദുൽമ അവർ ചെയ്തു. ഹബീബായ നബി തങ്ങളെ എന്തത് ചില്ലറ അല്ലല്ലോ, ഹാഷിമിയും ഖുറഷിയുമായ നബിക്ക് മെൻ്റലാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. യാ അല്ലാഹ് മഅദല്ലാഹ് വല്ലാഹു യഅസിമുക മിനന്നാസ്. അപ്പം നമ്മൾ ത്വായിഫിൽ ചെന്നപ്പോൾ നബി തങ്ങളെ എറിഞ്ഞോടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചരിത്രങ്ങൾ പറഞ്ഞു പോകും. അത് സാധാരണ ഒരു സ്ട്രീറ്റ് ബോയിനെ അല്ല ഈ എറിഞ്ഞോടിക്കുന്നത്. ഖുറഷിയായ അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്ന സൽസ്വഭാവിയാണെന്ന് ലോകം അംഗീകരിച്ച നുബുവത്ത് കിട്ടിയെന്ന് തങ്ങൾ പറയുന്ന ആ ഒരു ഹാഷിമിയായ ഒരാൾ, ബനു കെൽബോ ബനു തെമീമ് ഗോത്രത്തിലോ ഒന്നും ഇങ്ങനത്തെ ഒരാൾ ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർക്കൊരു പക്ഷേ സോഷ്യൽ സ്റ്റാറ്റസ് ഒരു ഹാഷിമിയെ പോലെ ഉണ്ടാവില്ല. ഹാഷിമിയായ റസൂലിനോടായി ചെയ്യണത്. ഇരിക്കട്ടെ, പുണ്യ നബിയോട് ളിമാദുൽ അസ്ദി വന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് നബിയെ, ഞാൻ അറിയപ്പെട്ട തൊബീബാണ്, ചികിത്സകനാണ്, ഞാൻ അങ്ങേക്കൊരു ചികിത്സയും തരട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. തങ്ങളിങ്ങനെ കേട്ടുട്ടോ, മിണ്ടാതിരുന്നു. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ സംസാരിക്കാൻ പോകും. ഇവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. തങ്ങൾ അസുഖമുണ്ടല്ലോ, നിങ്ങൾക്ക് മെൻ്റലാണോ എന്നൊക്കെയാണ് ഇവർ ചോദിച്ചത്. ളിമാദുൽ അസ്ദി ഇങ്ങനെ പറയുമ്പോൾ ഒന്നും ഉണ്ടില്ല നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലതിൻ്റെയും മറുപടി മൗനമാണ് ഏറ്റവും നല്ല മറുപടി. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാട്ടോ. സുംത്ത് ചെയ്തതിന് അള്ളാഹിൻ്റെ അടുത്ത് ഹിസാബ് പറയേണ്ട അവസ്ഥ വളരെ കുറച്ചേ വരുള്ളൂ. കാരണം ഒരു തിന്മ നടക്കുമ്പോൾ അതിനെ പ്രതികരിക്കേണ്ടി വരും. അല്ലാതെ ഒരു ചീത്ത പറച്ചിൽ കേട്ടിട്ട് മിണ്ടാതിരുന്നുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ നമ്മൾ പറഞ്ഞു പോയാൽ പിന്നെ അതൊക്കെ നന്നാവും. അതാ വിഷയം. അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന അദുവക യൗമമ്മ വഅബ്ഗിൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന സദീഖക യൗമമ്മ. അതൊരു കവിതയാണ്. അഹ്ബിബ് ഹബീബക ഹൗനമ്മ, സ്നേഹം തോന്നുമ്പോൾ, സൗഹൃദം തോന്നുമ്പോൾ, ചങ്ങാത്തം തോന്നുമ്പോൾ ഒരു പാകത്തിന് സ്നേഹിച്ചാൽ മതി. എല്ലാ സീക്രട്ടും പറഞ്ഞു കൊടുത്ത് പിന്നെ ബേജാറായി നടക്കേണ്ടി വരും. പിന്നെ മറ്റും അത് പന്തം കൊളുത്തിയമാതിരി നടക്കും. അഹ്ബിബ് ഹബീബക ഹൗനമ്മ, എന്തുകൊണ്ട്? അസാ അൻ യകൂന ബഗീലക യൗമമ്മ, എന്നെങ്കിലും നിൻ്റെ ശത്രുവായി ഇവൻ മാറാനിടയുണ്ട് എന്ന ബോധത്തിൽ പെരുമാറിയാൽ മതി. ഇതെല്ലാം കൂടെ അങ്ങ് കെട്ടിച്ച് കൊടുക്കണ്ട. അടുത്തത് വഅബ്ഗിൽ ബഗീലക യൗമം ഹൗനമ്മ, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നവരോട് എല്ലാ അതിരും കടന്ന ദേഷ്യം നിങ്ങൾ കാണിക്കുകയും ചെയ്യരുത്. എന്തുകൊണ്ട്? അസാ അൻ യകൂന ഹബീബക യൗമമ്മ, എന്നെങ്കിലും ഒരിടത്ത് വെച്ച് ഒരു ഹറമിൽ കാണുകയോ ഒരു പുണ്യസ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയോ ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് സലാം പറഞ്ഞ് മുഖം കാണിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നാണക്കേടായി പോകും. ജീവിതകാലം മുഴുവൻ ശത്രുവായിട്ടൊന്നും ആരെയും കാണണ്ട. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 23 കൊല്ലത്തെ ഇസ്ലാമിൻ്റെ ശത്രുവ. അവസാനത്തെ 2-3 മാസം കൊണ്ടല്ലേ മുസ്ലിമായത്. ഇപ്പോൾ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. പറഞ്ഞോളൂ, റളിയല്ലാഹു അൻഹു. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിയാണ്. സുഹൈൽ ഇബ്നു അംർ സ്വഹാബിയാണ്. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരട്ടോ, ളിമാദുൽ അസ്ദിലേക്ക് തിരിച്ചു വരാം. ഓർമ്മ വന്നപ്പോൾ പറയാം. ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്ത് വെട്ടണമെന്ന് പറഞ്ഞ ആളാണ് സുഹൈൽ ഇബ്നു അംർ. ഖുറൈശികളുടെ മുമസ്സിൽ, അവരുടെ അംബാസഡർ, അവരുടെ എമിസറി, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പം ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിന് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പേര് വെട്ടണം എന്ന് പറഞ്ഞത്. അലി തങ്ങൾ ഇന്ന കൂടെ വെട്ടാൻ പറ്റൂല കേട്ടോ. അപ്പം നബി തങ്ങൾ ഉമ്മിയാണ്. അലിയാരെ എൻ്റെ പേരെഴുതിയ റസൂലുള്ളാഹ് എന്ന് എഴുതിയ ഭാഗം ഇവിടെ കാണിച്ചേരി ഷതബഹ. നബി തങ്ങൾ അതങ്ങ് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതും വെട്ടണം. ബിസ്മിക അല്ലാഹുമ്മ മതി. അപ്പോൾ അതും വെട്ടി. ഉമർ തങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടാണ്. നബി അലി മഹാദിഹി ദനിയ, എന്തിനാ നബി? ഉമർ തങ്ങൾ കുറച്ചൊന്ന് അതിൽ കടന്ന് സംസാരിച്ചു പോയി. അലസ്ത റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ എന്നല്ലേ നബിയെ? അലസ്ന അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, നമ്മളൊക്കെ സത്യത്തിൻ്റെ പക്ഷത്തും അവർ ബാത്തിലിൻ്റെ പക്ഷത്തുമല്ലേ നബിയെ? ആണ് ഉമറേ. അലൈസ ഖത്ലാനാ ഫിൽ ജന്ന എന്ന് പറഞ്ഞു.
ഉമർ തങ്ങൾ പറയാ, ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ നബി തങ്ങളുടെ കൂടെ ചെയ്ത ഗസ്വകൾ, ഹബീബിൻ്റെ കൂടെ കൂടിയ ധർമ്മസമരങ്ങൾ, ഹബീബിൻ്റെ കൂടെ നിസ്കരിച്ചത്, ഞാൻ എൻ്റെ സമ്പത്ത് ധർമ്മം ചെയ്തത്, ഇത് മുഴുവൻ ഞാൻ ചെയ്തത് അന്ന് നബി തങ്ങളോട് ഞാൻ ചെയ്തു പോയ അദബുകേട് അല്ലാഹു പുറത്തു തരാനാണ്. അത് പൊരുത്തപ്പെട്ട് നബി തങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ ആ ഒരു ഇമോഷണലായിട്ട് പെരുമാറിയതാ. പക്ഷേ ഞാനത് നബി തങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഉമർ തങ്ങൾ ഒരു കാര്യം കൂടെ ചോദിച്ചു. നമ്മുടെ വിഷയം, നബിയെ എന്നൊന്ന് വിട്ടെന്നാലേ. ആ സുഹൈൽ ഇബ്നു അംർ, അദ്ദേഹം മക്കക്കാരിലെ പ്രാസംഗികനാ. മൂപ്പര മുമ്പത്തെ ആ ഥനായ, മുമ്പത്തെ ആ 4-5 പല്ലില്ലേ, ഞാനൊന്ന് പൊട്ടിച്ചാലോ നബിയെ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നോക്കണം, ശത്രുത വരുമ്പോൾ ഓവർ ശത്രുത കാണിക്കേണ്ടെന്ന് ഉദാഹരണം പറയാം. അത് കാഫിർ ഇസ്ലാമിലേക്ക് വരുന്ന കഥയത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിനെ കുറിച്ചല്ലേ പറഞ്ഞത്. നമ്മളൊക്കെ ഒരു ഇസ്ലാമിൻ്റെ മിളല്ലയിൽ കിടക്കണുണ്ടല്ലോ. എന്തായാലും നമ്മൾ എന്തൊക്കെ അങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊന്നും തക്ബീർ ഇട്ടൂല, ഇക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലായിക്കോളി, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടാൻ പാടില്ല. ആഖിറം നഷ്ടപ്പെടുന്ന ആവേശം കാട്ടിയിട്ട് കാര്യമില്ല. ആഖിറം നഷ്ടപ്പെടരുത്. എല്ലാത്തിനൊക്കെ നമ്മൾ ആവേശത്തോടു കൂടെ, വളരെ ഉത്സാഹത്തോടു കൂടെ തന്നെ ചെയ്യണം. പക്ഷേ നാളെ ഓട്ടപ്പാത്രമായിട്ട് ചെല്ലുന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അത് പറഞ്ഞു തരുന്നതും ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാനന്ന് ഷാർജയിൽ പണ്ട് ഇങ്ങനെ നമ്മുടെ SKSF-ൻ്റെ പ്രവർത്തകർക്ക് ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് ഡിസിപ്ലിൻ, അന്ന് നമ്മുടെ വേറെ ഏതോ ഒരു വെബ്സൈറ്റാണല്ലോ പഠിച്ചോനെ, എന്തായിട്ട് പേര് ഞാൻ മറന്നുപോയി, ഒരു വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്ന SKCR അല്ല, അതിന് വേറെന്തോ സംഭവം ഉണ്ടായിരുന്നതിന് മുമ്പ്, വേറെ ബൈലക്സ് ഉള്ള കാല. അപ്പോൾ അവരാരോ പോയിട്ട് വാദ്യ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്ത് കംപ്ലൈൻറ്റ്. ഞാനെന്താ പറഞ്ഞത്, നമ്മുടെ പ്രവർത്തകരാണ്, നമ്മളെ പ്രവർത്തകരോട് ഇത് പറയാൻ പറ്റും, പുറത്ത് പോകാതെ പറയാൻ പറ്റുമോ? ഷാർജയിൽ നമ്മുടെ ദഅവ സെൻറ്ററിൽ ഒരുമിച്ച് കൂടി നമ്മൾ ഒരു റൂമിൽ, ക്ലോസ്ഡ് റൂമിലാണ്. അപ്പോൾ ഇങ്ങനെ വലിയ സോഷ്യൽ മീഡിയ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ബൈലക്സിൽ അന്ന് ഭയങ്കര യുദ്ധം നടക്കുന്ന കാലമാണ്. അപ്പോൾ യുദ്ധത്തിനൊരു ഡിസിപ്ലിൻ വേണം. യുദ്ധത്തിന് ഡിസിപ്ലിൻ്റെ മതമല്ലേ നമ്മുടെ മതം. യുദ്ധത്തിന് അച്ചടക്കം വേണ്ടേ? നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയണതെന്ന് വെച്ചാൽ ചിലരെന്ത് ചെയ്യും, അതിനൊക്കെ ഒന്ന് റോങ് ആയിട്ട് എടുക്കും. ഒന്നുമില്ല, അവർ ആ ഒരു ആവേശം കൊണ്ട് തോന്നുന്നതാണത്. പക്ഷേ നമുക്ക് ആവേശത്തിലപ്പുറം പക്വതയാണല്ലോ വേണ്ടത്. അതിന് മൈലേജ് ഉണ്ടാവുള്ളൂ, മറ്റേതൊക്കെ പെട്ടെന്ന് തീരും. ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ അവല അക്സിറു ഥനായ ഹത്താ ലാ യഖൂമ ഖതീബൻ ഫീ ഖുറൈശ്. ഖുറൈശികൾക്കിടയിൽ ഇനി മുതൽ അങ്ങയെ ചീത്ത പറഞ്ഞ് പ്രസംഗിക്കാൻ അവന് പറ്റരുത്. മുമ്പിലെ 4-5 പല്ല് പോയ പിന്നെ കഴിയൂലല്ലോ. അതുകൊണ്ട് നബി, ഇയാളുടെ പല്ല് ഞാൻ പൊട്ടിക്കട്ടെ, അങ്ങയുടെ പേര് വെട്ടണം, ബിസ്മില്ല വെട്ടണം, എന്തൊക്കെയാ ഇയാൾ പറയണത്. ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എന്നാൽ പൊട്ടിച്ചോ എന്ന് പറയാം. തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? യാ ഉമർ ലഅല്ലല്ലാഹ യുരീക മിൻഹു മാ തഖിറു ബിഹി ഐനുക്. ഉമറേ, കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന് കുളിർമയുള്ളത് സുഹൈൽ ഇബ്നു അംറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തായി? നുബുവത്താണ്, തങ്ങളുടെ വഹി കൊണ്ട് പറയണതല്ലേ, സംഭവിക്കും, ഉറപ്പാണ്. എന്ത് കാണാൻ? മക്കാ വിജയം നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഫൗജൻ അഫ്വാജ, സംഘങ്ങളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. മുമ്പൊക്കെ ഫർദ് അഫ്രാദുകളെ വന്ന്, അഫ്വാജുകൾ വന്നു തുടങ്ങി. പിന്നെ അക്കൂട്ടത്തിൽ സുഹൈൽ ഇബ്നു അംർ എന്നവർ മുസ്ലിമായി എന്ന് മാത്രമല്ല, പുന്നാര നബിതങ്ങളുടെ പരിശുദ്ധമായ ശിരസ്സിലെ മുടി മുണ്ഡനം ചെയ്ത് അവിടുത്തെ ഷഅർ മുബാറക് ഹബീബായ നബിതങ്ങൾ സ്വഹാബിമാരുടെ കയ്യിൽ വീതിച്ചു കൊടുത്തപ്പോൾ ഈ സുഹൈൽ ഇബ്നു അംർ ഹബീബായ നബിതങ്ങളുടെ ഒരൽപ്പം മുടി കയ്യിൽ കിട്ടിയിട്ട് കണ്ണിൽ 2 കണ്ണുകളിലും വെച്ചുകൊണ്ട് തേങ്ങി പൊട്ടി കരയുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഉമർ കാണിച്ചിട്ട്, ഉമറേ നോക്ക്, സുഹൈലാണ് ഈ കരയണത്, ഇന്നലെ വന്നിട്ടുള്ളൂ ഇസ്ലാമിൽ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഓർത്തു പോവുകയാണ്, നിന്റെ റസൂലിനോട് ഇത്രമേൽ ദേഷ്യമുണ്ടായിരുന്നൊരു മനുഷ്യൻ്റെ കൽബിൽ ഇത്ര പെട്ടെന്നൊരു മഹബത്ത് നീ ഇട്ടുകൊടുത്തല്ലേ. മഹബത്ത് കൊണ്ട് കരയാണ്. വിഷയം അവിടെയല്ല. നബി തങ്ങൾ വഫാത്തായി, മുർത്തദ്ദീങ്ങൾ ഒരുപാട് വന്നു ഇസ്ലാമിലേക്ക്. ആ അടുത്ത് കടന്നു വന്ന ഒരുപാട് ആൾക്കാർ പോയി. മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഫിത്ന വന്നു, അസ്വദുൽ അനസിയുടെ ഫിത്നകൾ വന്നു. ഇതൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഹബീബായ നബി തങ്ങളുടെ ദീനിന് ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ മദീനക്കാരെ പിടിച്ചു നിർത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെങ്കിൽ മക്കക്കാരെ മുഴുവൻ പിടിച്ചു നിർത്തിയത് ഈ മനുഷ്യനാണ്, സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. സുഹൈൽ ഇബ്നു അംർ എന്നവരാ
മക്കയിൽ പ്രഭാഷണം നടത്തിയത്. ഈ പല്ല് ഉപയോഗിക്കണേ അന്ന് വരാൻ പറ്റുമോ? അങ്ങനെ ഉമർ എന്നവർ ഓർത്തു, റബ്ബേ അന്ന് ഞാൻ പല്ല് പൊഴിക്കട്ടെ എന്ന് നബിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞ ആ മനുഷ്യനിൽ നിന്ന് ദീനിനൊരു ഖിദ്മത്ത് കിട്ടിയല്ലേ പടച്ചോനെ. പുണ്യ നബി പറഞ്ഞ എത്ര സത്യമാണ്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മനുഷ്യരുടെ വികാരങ്ങളെ വിവേകത്തോടുകൂടെ ഇടപെടാൻ കഴിയുന്നിടത്താണ് ഒരു മുഅ്മിൻ പക്വമതിയായ മുഅ്മിനായി മാറുന്നത്. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും കഴിയില്ല എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. അത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണെങ്കിലും ഒരു തിന്മയെ നിങ്ങൾ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. എങ്ങനെ? തിന്മയെ ന്യൂട്രായിട്ട് എന്നല്ല പറഞ്ഞത്. തിന്മയ്ക്ക് ന്യൂട്രായി നിൽക്കാം. ഓരെന്തോ പറഞ്ഞു, നമ്മളൊന്നും പറഞ്ഞില്ല, അത് ന്യൂട്രാണ്. പക്ഷെ അവർക്കൊരു ഇഹ്സാൻ കിട്ടുന്ന രീതിയിൽ പറഞ്ഞു. അവിടെയല്ലേ ഹസനത്താവുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മിണ്ടാണ്ടിരിക്കണം എന്നല്ല ഇവിടെ പറയണത്. നിങ്ങളോട് തിന്മ ചെയ്തവർക്ക് നിങ്ങൾ നന്മ കൊണ്ട് പ്രതികരിക്കണം. നമ്മൾ ഖുർആനും സുന്നത്തൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അതിൻ്റെ അർത്ഥം. നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ അത് മാറ്റിവെക്കുക, പിന്നെ നമുക്ക് തോന്നിയ പോലെ ചെയ്യുക. പിന്നെ ഹിന്ദു മുസ്ലിമീങ്ങൾ നമ്മൾ അള്ളാൻ്റെ ഖുർആൻ ഇതാ പറയണത്. ഇത് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയണത്. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ടാണ് നബിയെ തിന്മകളെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്, ഏറ്റവും നല്ലതുകൊണ്ട്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, അങ്ങനെയാണെങ്കിൽ നബിയെ നിങ്ങളും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത്, കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി ആ മനുഷ്യൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൾ നിങ്ങളുടെ കൂട്ടുകാരനായി മാറും. അങ്ങനെയാണ്. അത് ജീവിതത്തിൻ്റെ വലിയൊരു കുറേ ശത്രുക്കളുണ്ടെങ്കിൽ പൂണ്ടക്കാട്ടൊക്കെ നല്ല കുറേ നല്ല മനുഷ്യന്മാരെ സുഹൃത്തുക്കളെ ഒന്ന് എപ്പോഴെങ്കിലും ദ്വാരിക്കുകയും ചെയ്യൂലേ, അതല്ലേ നല്ലത്. കുറേ ശത്രുക്കളുണ്ടെങ്കിൽ നല്ലത് അല്ലേ. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ബാക്കി ശ്രദ്ധിക്കണേ, വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ, നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. അള്ളാഹ് മഅസ്വാബിരീൻ, അത് ചേർത്ത് വായിക്കണപ്പോൾ അള്ളാഹ് ഓരപ്പം ഉണ്ടാവുക. ക്ഷമിക്കുന്നവർക്കേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം, അള്ളാഹു വലിയ സൗഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ തിന്മകളെ നന്മ കൊണ്ട് എതിരിടാൻ കഴിയൂ. മോശമായൊരു കമൻ്റ് വരുമ്പോൾ അതിന് മാന്യമായൊരു കമൻ്റ് ഇടാൻ കഴിയുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സ്വാബിറും ഷാക്കിറുമായ മനുഷ്യന് മാത്രമാണ്. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മുഅ്മിനീൻ കൂടെ അള്ളാഹു അതാ ചെയ്യാൻ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ്, ഇതൊരു തൗഫീഖാണ്. സംഭവിച്ചു പോയതിനെ തദാറുക്കു മാഫാത്ത്, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കണം. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, കുറേ എഴുതിപ്പോയി, കുറേ ലൈക്ക് അടിച്ചു, കുറേ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, പൊരുത്തപ്പിടിക്കണ്ടേ. ആളോട് നേരിട്ട് ചെന്ന് പറയാൻ കഴിയില്ലേ. നമ്മൾ ആർക്കൊക്കെ വേദന ഉണ്ടാക്കിയോ അവർക്കൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കണം. പഠിച്ചോനെ, എൻ്റെ എഴുത്തുകൊണ്ടോ എൻ്റെ വായന കൊണ്ടോ എൻ്റെ പറച്ചിൽ കൊണ്ടോ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റബ്ബേ. പറ്റുമെങ്കിൽ അവരുടെ പേരിൽ സ്വതക്കം ചെയ്യണം. അവരറിയാത്തൊരു കാര്യം ചെന്ന് രണ്ടാമത് പറയരുതെന്നാണ്. കാരണം ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മളെ സ്ഥാനമാരൊന്നും അറിയില്ല, ആയിട്ടങ്ങൾ പാവങ്ങൾ, ആയിട്ടെങ്കിൽ ഫേസ്ബുക്ക് തോന്നുന്നു, ഇപ്പോൾ സെക്രട്ടറിമാരുടെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കണ്ടിട്ട് ഉസ്താദെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ, അപ്പോൾ ആയിട്ടെങ്കിൽ വേദന വരും. പാവങ്ങളാണ്. ആ വേദനയൊക്കെ നമ്മൾ എവിടെ കൊണ്ടായിട്ടാണ് വെക്കുക? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അദബ് എന്ന് പറഞ്ഞത് ഭയങ്കര കുറച്ചൊന്നുമല്ല, അത് ഭയങ്കര സംഭവമാണ്. അതൊരു വലിയ സംഭവമാണ്, ചെറുതല്ല. അത് ചെറുതല്ല. അത് നമുക്കൊരു ഹർഫ് പഠിപ്പിച്ച ഉസ്താദാണെങ്കിലും, നമുക്കൊരു ചെറിയ സഹായം ചെയ്ത ഒരു സാധാരണക്കാരനാണെങ്കിലും അവരോടൊക്കെ ഒരു ശുക്റും അദബൊക്കെ വേണം. അത് നിർബന്ധമാണ്. പൊരുത്തപ്പിടിക്കാൻ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? ളിമാദുൽ അസ്ദി എന്ന് പറയുന്ന ഈ ഡോക്ടർ നബിയുടെ മുമ്പിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് ഇങ്ങനെ, അസുഖമുണ്ടോ, ഞാൻ ചികിത്സ തരാം. ഞാൻ തുടങ്ങിയത് 12:15, അതുകൊണ്ട് 11:15, 12:15 നിർത്തുവേ ഇൻഷാ അല്ലാഹ്. ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. 1 മണിയല്ലേ? 12:45 ഉണ്ടോ? 5 മിനിറ്റ് അവിടെ കാണിക്കണ്ടല്ലേ?
ഞാനത് കണ്ടിട്ടേ ഇല്ല. ഏതൊരു പരിപാടി എപ്പോൾ തീരുന്ന അറിയണ അറിവാണ് ഭയങ്കര രസമല്ല അറിവ് അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ എന്നാൽ ഭക്ഷണം കിട്ടുള്ളൂ. വിശന്നിരിക്കുകയായിരിക്കും. വിശക്കുന്നവർക്ക് ഭാഷണമല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന ഇൻഷാ അല്ലാഹ് അക്രമക്കുമുള്ള. അപ്പോൾ ലിമാദുൽ അസീദ് നിങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങൾ മിണ്ടാണ്ടിരിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തങ്ങൾ സംസാരിച്ചു തുടങ്ങി. എന്താ സംസാരിച്ചതെന്നറിയോ? അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا أولا نبينا وأشهد أن محمدا عبده ورسوله. അപ്പം മൂപ്പര് പറഞ്ഞു, നിർത്തി 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 ഇനിയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. നിർത്തി. ഇന്ന ലിഹാദിഹിൽ കലിമാതി ലവഖഅ, ഇതിനെന്തോ ഒരു സ്വാധീനമുണ്ടല്ലോ മുഹമ്മദ് നബി നിങ്ങൾ ഈ പറഞ്ഞ വാക്ക്. ആയിത് ഒന്നുകൂടി പറഞ്ഞിരിന്ന് പറഞ്ഞു. അങ്ങനെ പുണ്യ നബി ഒന്നുകൂടെ ആവർത്തിച്ചു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന. അവിടെ നമ്മളെ പോയിന്റ് ഇട്ടാ. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു. പിന്നെ ഒന്നും കൂടെ പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ ഇവരുടെ ശൈലി മാറി. മൂന്നാമത്തെ തവണ നബി ഇതന്നെ ചൊല്ലിക്കൊടുത്തു. ഖൈദരി നബിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ലിമാദുൽ അസ്ദി മുസ്ലിമായത് വഅദിൻ്റെ ആരംഭം ആയത്തും ഹദീസും പോലും ഓതിയിട്ടില്ല. മുഖദ്ദിമ പറഞ്ഞിട്ട് മുസ്ലിമായ ആളാണ് ലിമാദുൽ അസ്ദി എന്ന് പറയുന്ന ഡോക്ടർ. അതിൽ പറഞ്ഞ ആശയം അത്രയും കനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ വലിയ വില തോന്നൂല. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. പടച്ചവനെ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ചില ദുർനടപ്പുകളും ചില ദുർചിന്തകളുമുണ്ട് റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണം അല്ലാഹ്. നമ്മുടെ ശരീരത്തിൻ്റെ ദുർബോധം നമ്മൾ ഭയങ്കര എന്തൊക്കെയോ ആലോചിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ പറയുന്ന വാക്കിൻ്റെ ഇമ്പാക്ട്സ് മറ്റൊരാൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. ഇനി എൻ്റെ വിറ്റം തരങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കേണ്ട ആൾക്കാർ ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു പിന്നെ കേൾക്കൂല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ യുരിദില്ലാഹു ബിഹി വലൗ യഅലമില്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹു. ഇതൊക്കെ പറഞ്ഞാലും ഈ ഫിത്തന ഇതിനുള്ളിൽ ഇപ്പോൾ ഈ വൈക്കനാണ് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഓൽക്കുന്ന പള്ളവേദനക്കാരം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഷോലായിട്ടുണ്ടാവും. ലൗ യഅലമില്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹു. അനി എവിടെന്നെങ്കിലും കേട്ടാൽ മതി, ആരെങ്കിലും പറഞ്ഞ് കേട്ടാലും മതി. സമാഇനൊരു തൗഫീക്ക് കിട്ടൽ അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ അടയാളം. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിത്തിരിഞ്ഞു പോകുന്നത്. ലിമാദുൽ അസ്ദി എന്ന ഈ ഡോക്ടറായ ലോകപ്രശസ്തനായ അന്നത്തെ അറബികളുടെ വിശ്വകരന്മാരുടെ നേതാവ് ഹബീബായ നബിയിൽ നിന്ന് ഹബീബിൻ്റെ വാക്കുകളുടെ ആരംഭങ്ങൾ കേട്ടപ്പോൾ, നബിയെ ഖൈദരൂ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയാണ്. ഇതൊരു മനുഷ്യൻ പറയുന്ന വാക്ക് വഹി കൊണ്ടല്ലാതെ പറയാൻ കഴിയില്ല എന്ന് ആ മനുഷ്യന് ബോധ്യപ്പെട്ടു. എന്ത് മനുഷ്യ ശരീരം അങ്ങനെയാണ്. നമ്മളെ നിയന്ത്രിക്കണം. ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ നിങ്ങൾ എന്തെങ്ങനെ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും, ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എന്താ കള്ളുപിടിക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന പരിപാടി മുസ്ലിമിന് പറ്റൂല എന്ന് അവർക്ക് അറിയില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ തടി ഉദ്ദേശിക്കണമൊക്കെ ചെയ്യാനുള്ളതല്ല ഈ തടി, ഇതിനെ നിയന്ത്രിക്കാനുള്ളതാണ്. ഇമാം ബുസീരി ഇമാമൊക്കെ പറഞ്ഞ പുറത്തെ വഖാലിഫിൻ നഫ്സ والشيطان وعسهما وإنهما محضا كالنصح فاتهمي. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുഹ്ബത്തുൽ അഖിയാർ അല്ലാഹു നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും അമാലുകളിലും വരുന്ന ചില സലലുകൾ, ചില ഇടർച്ചകൾ, കാലിടറിപ്പോകുന്നത്, അത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഇപ്പോൾ മഹാനായ മർഹൂം മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ മഹാൻ ദ്വാരക്കുമ്പം പറയും, അല്ലാഹുമ്മ ബസ്സിർന ബിഉയൂബി അൻഫുസിന. പടച്ചവനെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ കുഴപ്പം നീ ഞങ്ങൾക്ക് തന്നെ കാണിച്ചു തരണമേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, പ്രത്യേകിച്ച് സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ജീവിച്ച് മരിച്ചുപോയ എല്ലാവർക്കും, അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ മഗ്ഫിറത്ത് തരണേ റബ്ബേ. നിൻ്റെ സ്വർഗത്തിലെത്താനുള്ള അധ്വാനമാണ് റബ്ബേ ഇത്.
നിന്നെ കാണാൻ കൊതിക്കുന്ന ഒരു അധ്വാനമാണ് റബ്ബേ ഇത്. ഹബീബിൻ്റെ കൈപിടിക്കാനുള്ള അധ്വാനമാണ് റബ്ബേ ഇത്. നാളെ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അധ്വാനം, നാളത്തെ വിചാരണ എളുപ്പമായി കിട്ടാനുള്ള അധ്വാനമാണ്. നമ്മൾ ഈ വെയിലുള്ളതും നമ്മളെ വളണ്ടിയർമാർ റോട്ട് കൂടെ നടന്ന് ഓടുന്ന കണ്ടിട്ടില്ലേ? എന്തിനാ അതൊക്കെ ഒരു ചെയ്യുന്നത്? വല്ല ഗവൺമെൻറ് അവാർഡ് കൊടുക്കുമോ? ഇല്ല. ഇത് സമസ്തക്ക് ചെയ്യുന്ന ഖിദ്മത്ത്, ദീനിന് ചെയ്യുന്ന ഖിദ്മത്താണ്. അത് അള്ളാഹുവിന് കൂലി തരും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എത്രയോ രോഗികളുണ്ട് ആ കൂട്ടത്തിൽ, പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാര്യം കിട്ടണം. അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. നമ്മളൊക്കെ ചെയ്തത് ഇതൊന്നുമല്ല എന്ന് അള്ളാഹു നാളെ നമ്മുടെ മുഖത്തേക്ക് അമലുകൾ എറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോകും നമ്മൾ? അതുകൊണ്ട് നമ്മൾ ആഖിറത്തെക്കുറിച്ച് ശരിക്കും ബോധത്തോടുകൂടെ ജീവിച്ചോളി. ഊസീക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ നന്ദി ആദരണീയനായ സിംസാറുൽ ഹഖ് ഹുദവിക്ക്. അള്ളാഹു ആ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലും വലിയ ബറക്കത്ത് നൽകട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അരമിനിറ്റിനുള്ളിൽ 2-3 പ്രകാശനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ വിങ്ങിൻ്റെ 2 ലഘുലേഖകൾ, ഒന്ന് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടതാണ്, 2 ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ ലഘുലേഖ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MP MK രാഘവൻ, സൗദി അറേബ്യയിലെ സമസ്തയുടെ നേതൃപദവിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അബൂബക്കർ ദാരിമി താമരശ്ശേരി അവർക്ക് നൽകിയാണ് പ്രകാശനം ചെയ്യുന്നത്. ഇരുവരെയും ക്ഷണിക്കുന്നു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.